നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. ആ ഫേസ്ബുക്കിൽ വന്നൊരു മെസ്സേജാണ്. അതായത് ചേച്ചി ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2013 എക്സാം എഴുതി, RN ആയിട്ട് DH എക്സാം എഴുതി. പക്ഷെ അത് എക്സ്പയർ ആയി പോയി. അപ്പൊ എനിക്ക് എന്താ പറയാ, RN ആയിട്ട് എന്താ പറയാ DHA കിട്ടുമോ, എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 3.5 year, അതായത് GNM ആണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. GNM പഠിച്ചതാണ്. പക്ഷെ 2013 RN ആയിട്ട് DH എക്സാം എഴുതി. അപ്പൊ എനിക്ക് വീണ്ടും ഇപ്പൊ RN ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അത് പണ്ട് എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഈ ചിലവർക്കൊക്കെ ഇപ്പൊ GNM കഴിഞ്ഞവർ എഴുതിയവർക്കൊക്കെ ഒരു RN ആയിട്ടുള്ള ലൈസൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അങ്ങനെയല്ല കൊടുക്കുന്നത്. ഇപ്പോ എന്താ പറയാ, GNM കഴിഞ്ഞവര് ഇപ്പൊ DH എക്സാം എഴുതുകയാണെങ്കിൽ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ RN രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് വരില്ല, അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ലൈസൻസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞത് 2013 എഴുതിയെന്നാണ്. അതായത് കുറെ വർഷം മുന്നേ എഴുതിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു RN ആയിട്ടാണ് ലൈസൻസിൽ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ അങ്ങനെ കൊടുക്കുന്നില്ല. GNM കഴിഞ്ഞവർക്ക് അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചേച്ചി ഇനിയിപ്പൊ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ RNന്റെ ലൈസൻസ് കിട്ടില്ല, GNMന്റെ തന്നെ കിട്ടുള്ളൂ. അതായത് അസിസ്റ്റന്റ് നേഴ്സ് എന്നായിരിക്കും ലൈസൻസിൽ ഉണ്ടാവുക. അപ്പൊ ഇതാണ് ചോദിച്ചിട്ടുണ്ടാവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് ഇപ്പൊ GNM കഴിഞ്ഞവരും രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ GCC കൺട്രിയിലൊക്കെ ഇപ്പൊ അവിടെ GNM കഴിഞ്ഞവര് അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. അതും എന്താ പറയാ, നമുക്ക് അസിസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ജോലിയും ഒന്നിലും ചെയ്യാനായിട്ട്, അതായത് ഇഞ്ചക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഒന്നിനും അസിസ്റ്റന്റ് നേഴ്സിന് ഇതില്ല, പെർമിറ്റ് ഇല്ല, അത് അലൗഡ് അല്ല. നമുക്ക് ജസ്റ്റ് കെയർ ടേക്കറെ പോലുള്ള ജോലി, ഹോം കെയറിലൊക്കെ പോയി ഇങ്ങനെ കൊടുക്കുന്നത്, ബെഡ്ഷീറ്റ് മാറ്റുന്നത്, യൂറിൻ മാറ്റുന്നത്, ക്ലീൻ ചെയ്യുന്നത്, വൂണ്ട് ക്ലീനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അസിസ്റ്റന്റ് നേഴ്സിനുള്ളൂ. അതുകൊണ്ട് ലൈസൻസും അപ്പൊ ഇതായിരുന്നു ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മോർ റിലേറ്റഡ് എന്തെങ്കിലും അറിയെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.